നറുക്കെടുപ്പ് ഇന്നാണ്. സെന്റ് ആന്റണി ലക്കി സെന്ററിലൂടെ നിങ്ങളുടെ ഭാഗ്യമുദ്രകൾ ഐശ്വര്യമായി വാങ്ങും. 70 ലക്ഷത്തിൽ ആരംഭിച്ച് 100 രൂപ വരെയുള്ള 2,63,000 പരം സമ്മാനങ്ങളാണ് നൽകുന്നത്. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ അവ കൊടിഞ്ഞുപോയ ദിനങ്ങളാണ്. കഴിഞ്ഞുപോയ സംഭവങ്ങളെപ്പറ്റി വേവലാതിപ്പെടാതെ വരാനിരിക്കുന്ന നല്ല സംഭവങ്ങളെപ്പറ്റി, നല്ല ദിവസത്തെപ്പറ്റി നിവി, നീ എന്താ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ വന്ന്? അപ്പൊ പിന്നെ ഞാൻ ചെമ്മീൻ കൊണ്ടുവന്നിട്ട് കണ്ടില്ലേ? സദ്യയുടെ ഡെയിലി ചെമ്മീൻ മാത്രമല്ലേ വീശോളൂ. ഞങ്ങളാണെങ്കിൽ 2 ദിവസമായിട്ട് ചെമ്മീൻ മാത്രമേ. നിനക്കൊക്കെ ചെമ്മീനെ പുച്ഛല്ലേ? ഞാനേ ചായ കുടിച്ചിട്ടില്ല. ചായ കുടിച്ച് സംസാരിക്കാം. സത്യം കല്യാണത്തിന് ആരാ ഞാൻ അന്ന് അടിച്ച് കിടന്നു പോയി. പിന്നെ ഞാൻ കല്യാണത്തിന്റെ എങ്ങനെയാ? ചേച്ചി 2 ചായ. പിടിക്കുന്ന ചൂടാണ്. എന്തിനടി വേണ്ട? അച്ചാമ്മേ ഏതിലും മീൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മുള്ളു പറഞ്ഞാൽ ഉള്ളു പറഞ്ഞു കഴിഞ്ഞാ അല്ല ഏലം തുടങ്ങൂല മേടിക്കാം. വടി കമ്പാ ചേട്ടാ, നമുക്ക് അത് വാങ്ങിച്ചാലോ? ആ ബില്ലിന് എടി പൊട്ടിയത് വള്ളിപ്പൂമീനാണ്. ഒടുക്കത്തെ മുള്ളാണ് അതിൻ്റെ അത്. $2 കിലോ ചെമ്മീൻ കൊടുത്തിട്ട് ആകെ കിട്ടിയ 350. ആ വാ. പണ്ടാര വെയിറ്റ്. എടാ നിന്റെ അച്ചാമ്മക്കേ ഈ പാടത്തിറങ്ങി തപ്പിയാ പോരാ ഇത്രയും മീൻ. ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോണേ നിങ്ങ? എനിക്കറിയാൻ മേല. അച്ചാമ്മ എന്തിനും ചേട്ടൻ ഇടത്താറായി. പൊന്നുമോളി അങ്ങോട്ട് പിടിച്ചേ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ചേട്ടനെ കണ്ട ഭാഗ്യം അല്ലായിരുന്നു. ഞാനതുകൊണ്ട് തോട്ടിക്കളഞ്ഞു. നല്ല ബെസ്റ്റ് കൊച്ചുമോള് തന്നെ. സരിതയുടെ വെയിറ്റ് ചെയ്യാനുണ്ടാ? അച്ചാമ്മ തിരക്കിയായിരുന്നു. ഞാൻ വരാടി. കുറച്ചിരുന്ന് കിടക്കണം. ഭയങ്കര ക്ഷീണമുണ്ട്. അച്ചാമ്മേ, ഇത് എവിടെയായിരുന്നു വെച്ചേ? ഒന്നുമില്ലാഞ്ഞിട്ട് ഞാൻ എന്താ ഒരു പടവളങ്ങടുത്ത് കറി വെക്കാൻ പോകുകയായിരുന്നു. അച്ചാമ്മക്ക് പറഞ്ഞാൽ മതിയല്ല. ആ ശർത്തേന ഉണ്ടായതുകൊണ്ട് ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല വിഷമിച്ചും പോയെന്നെ. ഇതെന്നാടി കരിങ്കല്ലേ ഇത്ര വിഷമിക്കാൻ? ഒരുപാടുണ്ടല്ലോ നമ്മളെ. എത്ര രൂപ കൊടുത്ത്? 200 രൂപ കൊടുത്ത് ശരത്തേട്ടല്ലേ എല്ലാം വിളിച്ചെന്ന്. സാരമില്ല, നമുക്ക് കുറച്ച് ഉണക്കി വെക്കാം. എന്നാ നമുക്കിത് മുത്തുണക്കിയാലാ? മൊത്തം ഉണക്കിയൊക്കെ ചെയ്യാം. നാളെ തന്നെ അത് തീർക്കരുത്. ഇത് ആളെ കൊല്ലാൻ വേണ്ടി മനപ്പുറം മേടിച്ചോണ്ട് വന്നാന്നാ തോന്നണത്. അല്ല കുറച്ചെങ്ങാനും മേടിച്ചാൽ മതിയായിരുന്നല്ലോ കൊച്ചേ. അവിടെ കുന്നുകൂട്ടി ഇങ്ങനെ ഇട്ടേക്കണേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നല്ലോണം ഒരൊക്കെച്ചാമ. ഇത് എന്നതാണ്? മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഉള്ളതുകൊണ്ട് മീൻ മുഴുവൻ മേടിച്ചെന്ന് കുറച്ച് ഒരൊക്കെച്ചമ്മയാണ്. പെട്ടെന്ന് വാ. വെയിലത്തട്ട് വെച്ച് ഉണക്കിയെടുക്കാം. വെയിലുണ്ട്.
കൊപ്രയെല്ലാം ഉണങ്ങി കിടക്കാണ്ട് നല്ലോണം. കൊപ്ര നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അട്ടയ്ക്കാൻ പോകണം. വേഗം നിരത്ത് കമത്തി വെച്ച് നിരത്ത് ഇങ്ങനെ വിതർത്തി. ഇങ്ങനെയാ? ഇങ്ങനെ കമത്തി വെച്ചാകുമ്പോൾ വെള്ളം പെട്ടെന്ന് പോവും. എന്താ പണ്ടേ നേരത്തെയൊക്കെ നമ്മുടെ ഇവിടെ ഉണക്കി എല്ലാവരും മീൻ സൂക്ഷിക്കും ടിന്നിനകത്തൊക്കെ വർഷത്ത് വെക്കാൻ വേണ്ടി വറുക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പം ആരും സൂക്ഷിക്കണില്ല. എന്താ ഇപ്പം ആളുകൾക്ക് മടി ജോലി ചെയ്യാൻ. പിന്നെ നമുക്കെന്ന് പറഞ്ഞപ്പോൾ നീ ഉണ്ടല്ലോ സഹായിക്കാനൊക്കെ. മീനുണങ്ങുന്നതിനൊക്കെ മുന്നേ നമ്മളുണങ്ങുന്നത് തോന്നാണ്. ഇവനെന്തിനാണ് വെയിലത്ത് നിൽക്കണേ? എന്ത് ചൂടാ, വേഗം വാ. ചിലപ്പോൾ ഉണങ്ങിപ്പോവും. പോയിക്കോ. ഇത്രയും ചൂടുണ്ടാവുന്ന ഒട്ടും പ്രതീക്ഷയില്ലാന്നേ. ഇത്ര മീൻ മേടിക്കുമ്പോൾ ഓർക്കണമായിരുന്നു. എന്തിനാ ഇത്ര മീൻ മേടിച്ചു? അതല്ലേ ഇത്രയും വിഷമിച്ച്. അതുകൊണ്ട് എന്താ കറി വെക്കാനായില്ലേ? മനുഷ്യൻ വിഷമിച്ചില്ലേ? അച്ചാമ്മേ, നമുക്കേ ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാല്ലേ? എടി നീ എന്തായി കാണിക്കണത്? ഞാൻ ആ കഷ്ടപ്പെട്ട് 2 മാങ്ങ ഉണ്ടായതാണ്. ഇതിനാണോ നീ ജ്യൂസ് അടിക്കാന്നും പറഞ്ഞു പോയത്? കുഞ്ഞെന്നെ നേർച്ച കൊടുക്കാനിട്ട മാങ്ങയാണല്ലോ കൊച്ചത്. അത് ഓടിച്ചെന്ന് പറിച്ചോളൂ. ചിരിക്കണ? ഇതും ഉണ്ടാക്കും. അച്ചാമ്മേ, ഇത്തിരി ഇഞ്ചി. ഇതാണ് ജ്യൂസ് റെഡിയായ. ഇതാരാണ്? പഴക്കിട്ടയാളല്ലേ? എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് കുടിക്കാൻ വന്നേക്കണ? ആഹാ, ഞാനുണ്ടാക്കിയ മാവിലെ മാങ്ങ എൻ്റെ അരിമാനം കൂടെ പറിക്കുകയും ചെയ്ത് നേർച്ചയും കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ജ്യൂസ് ഇങ്ങനെ വാങ്ങാം. എടുത്ത് കുടി. വല്ലക്കി ഇത്ര നല്ല ജ്യൂസാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആ, ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? എന്തായിരുന്നു? 2 കൂടി ഉണ്ടല്ലോ, നാളെയും കൂടി പറിക്കും.
ഓമനാമേ എന്താണ് അച്ഛമ്മയും കൊച്ചുമോളും കൂടി ഒരു ജ്യൂസ് കുടി? നീ എവിടെ എന്നടാ? ഇന്നലെ തൊട്ട് നിന്നെ തിരക്കണതാണല്ല. ഞാൻ ഇച്ചിരി പെട്ടുപോയിന്നില്ല, അതുകൊണ്ടാണ് വരാഞ്ഞത്. പക്ഷെ എൻ്റെ പൊന്നോ ഓമനാമേ എന്നാ ചൂട്. എടി ശരത്തിനും കൂടി ജ്യൂസ് എടുത്തോണ്ട് വാ. എടി അച്ഛാമ്മ പറഞ്ഞിട്ട് വേണം എനിക്ക് ജ്യൂസ് തരാനായിട്ട്. നിനക്ക് അങ്ങോട്ട് എടുത്തു തരാൻ പോലെ. ആ അങ്ങ് കൊണ്ടുപോയി അങ്ങോട്ട്. ഓമനമ്മേ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞു? എടാ ആ ഈ ഫോണിൽ ഈ യൂട്യൂബ് ഒന്ന് എടുത്ത് തന്നെ എനിക്ക്. അവളോട് പറഞ്ഞിട്ട് അവളൊന്നും ചെയ്തു തന്നില്ല. നീ ഒന്നോ? ഓമനമ്മക്ക് സ്മാർട്ട് ഫോണാ? അതെടാ ഞാനൊരു ഫോൺ ഇന്നലെ വാങ്ങിച്ചു. എന്റെ ദൈവമേ നിവി, എന്താടി നിന്റെ അച്ഛമ്മ? ആ ഇത് കൊള്ളാല്ല, നല്ല ഫോണാണല്ലോ. ആ ഇതെന്ത് ജ്യൂസാ കഴിയും? നേർച്ച മാങ്ങ ജ്യൂസാ? എടാ മോനെ, ആ മാവ് ഞാൻ വെച്ച് പിടിച്ച് 2-3 മാങ്ങ ഉണ്ടായിരുന്നു, നേർച്ചക്കിട്ടച്ച മാങ്ങ. അവള് പോയി ജ്യൂസ് അടിച്ചോണ്ട് വന്നേക്കണേ. എന്റെ നിവി, നിവി അടിപൊളി സാധനം. യൂട്യൂബ് റെഡിയാക്കി കിട്ടണം എന്താ? ശരിയേ? പിന്നല്ലാണ്ട്. എടി നിവി, ചമ്മക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റി? അവളൊന്നും റെഡിയാക്കി തരികയില്ല. ഇവക്കൊക്കെ കുശുമ്പാണ്. ഇപ്പൊ ഞാനിത് മേടിച്ചതിന്റെ കുശുമ്പ. അല്ലാണ്ട് പിന്നെ പിന്നെ ഈ അരളിച്ചെടി ഒന്നും അധികം വളർത്തണ്ട കേട്ടോ. എന്താണ് അത് വിഷമാണ്, അതൊക്കെ വളർത്താനൊന്നും പാടുള്ളൂ. കൊച്ചേ, ഒതളങ്ങാക്ക് വിഷയില്ലേ? എല്ലാവരും ഒതളങ്ങ തിന്നുക, അതറിയാവുന്നവരാരും തന്നെയാണ്. ഇതും ഒരു പൂവാണ്, ആരും അത് പിടിച്ച് വായി വെച്ചാലല്ലേ ഉള്ളു. അതങ്ങനെ നിൽക്കുമ്പോ ഒരു വിഷമം വന്നില്ലല്ലോ. അതുകൊണ്ട് നാളത്തെ വെയിൽ കൊണ്ട് നല്ല പപ്പടം പൊരിയാവും. അപ്പൊ മറ്റന്നാ നമുക്ക് വറുത്ത് തിന്നാട്ടോ അച്ഛമ്മ. അതാണ് പൂച്ചയുടെ കാര്യം പറഞ്ഞ പോലെ.